നമസ്കാരം. വിവാഹമോചനത്തിന് പിന്നാലെ മറ്റൊരു ജീവിതം തെരഞ്ഞെടുത്ത മുൻ ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ലങ്കൻ സ്വദേശിക്ക് UK കോടതി 23 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 38കാരനായ തിസാര വീര ഗാർഗെയാണ് ശിക്ഷിക്കപ്പെട്ടത്. തന്റെ മുൻ ഭാര്യയും കെയർ ഹോം ജീവനക്കാരിയുമായ നിരോധ നിവുനുഹെല്ലയെയാണ് തിസാര നടുറോഡിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കേരളത്തിൽ ചില മാധ്യമങ്ങൾ കൊല്ലപ്പെട്ടത് മലയാളിയാണെന്ന് തെറ്റായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് UK മലയാളി സമൂഹത്തിനിടയിൽ ഈ കേസ് വലിയ ചർച്ചയായിരുന്നു. 2017 ശ്രീലങ്കയിൽ വെച്ച് വിവാഹിതരായ ഇവർ 2022 UK കുടിയേറിയത്. നിരോധയുടെ വിസയിലാണ് തിസാര UK എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ അസ്വസ്ഥതകളും തിസാരയുടെ മാനസിക പീഡനങ്ങളും കാരണം നിരോധ ഈ ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് സഹപ്രവർത്തകനായ ബ്രിട്ടീഷ് യുവാവുമായി നിരോധ അടുപ്പത്തിലാവുകയും അദ്ദേഹത്തോടൊപ്പം താമസം തുടങ്ങുകയും ചെയ്തു. ഇതിലുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊലപാതകം ഉറപ്പാക്കാൻ 3 കത്തികളുമായാണ് പ്രതി എത്തിയത്. ഓഗസ്റ്റ് 21 നിരോധ ജോലി കഴിഞ്ഞ് മടങ്ങവേ സൂപ്പർ സ്റ്റോറിൽ നിന്നും വാങ്ങിയ മൂർച്ചയുള്ള കത്തി കൊണ്ട് 17 തവണയാണ് ഇയാൾ നിരോധയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിനിടയിൽ കത്തിയുടെ പിടിയൊടിഞ്ഞു പോയിട്ടും തിസാര പിന്മാറിയില്ല. കുത്തേറ്റ് വീണ നിരോധയുടെ മേൽ കാർ കയറ്റിയും ഇയാൾ ക്രൂരത തുടർന്നു. പോലീസ് സംഭവസ്ഥലത്തെത്തുമ്പോൾ 2 കാറുകൾക്കിടയിൽ തകർന്നുപോയ നിലയിലായിരുന്നു നിരോധയുടെ മൃതദേഹം. ഈ കൊലപാതക കേസിലെ വിചാരണ വേളയിൽ പ്രതിയുടെ ക്രൂരമായ മനോഭാവം വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവന്നിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ തിസാര ഭാര്യയെ മാനസികമായും ശാരീരികമായും തളർത്തുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. സുന്ദരിയായിരുന്ന നിരോധയെ കിടപ്പറയിൽ അപമാനിക്കുന്നതിലും നിരാശപ്പെടുത്തുന്നതിലും ഇയാൾ ആനന്ദം കണ്ടെത്തിയിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ വെളിപ്പെടുത്തി. ഈ അവഗണനയും പീഡനവുമാണ് നിരോധയെ ബന്ധമുപേക്ഷിക്കാനും മറ്റൊരു പങ്കാളിയെ കണ്ടെത്താനും പ്രേരിപ്പിച്ചത്. എന്നാൽ ഭാര്യ തന്റെ നിയന്ത്രണത്തിൽ നിന്നും മാറി പുതിയൊരു ജീവിതം തുടങ്ങിയത് അംഗീകരിക്കാൻ തിസാര തയ്യാറായിരുന്നില്ല. കൊലപാതകം യാദൃശ്ചികമായി സംഭവിച്ചതല്ല എന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയതാണെന്നും തെളിവുകൾ വ്യക്തമാകുന്നു. നിരോധയും കാമുകനും താമസിച്ചിരുന്ന വീടിന് മുന്നിൽ 8 തവണയെങ്കിലും തിസാര നിരീക്ഷണം നടത്തിയിരുന്നു. നിരോധയെയും കാമുകനെയും വധിക്കുമെന്ന് ഇയാൾ പലവട്ടം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. താൻ വാങ്ങിയ കത്തി ഭാര്യയെ ഭയപ്പെടുത്താൻ മാത്രമുള്ളതായിരുന്നു എന്നാണ് പ്രതിയുടെ വാദം. എന്നാൽ കോടതി ഈ വാദം തള്ളി. കൊലപാതകം പാളിപ്പോകാതിരിക്കാൻ 3 കത്തികൾ കൂടെ കരുതുകയും ആക്രമണത്തിനിടയിൽ കത്തിയുടെ പിടിയൊടിഞ്ഞിട്ടും നിരോധയെ കാർ കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചതും ഇയാളുടെ പകയുടെയും ക്രൂരതയുടെയും പ്രതികാരത്തിന്റെയും ആഴം വ്യക്തമാക്കുന്നതാണെന്ന് കോടതി കണ്ടെത്തി. ജഡ്ജി ഡാനിയൽ വില്യംസ് കേസിനെ അതീവ ഗൗരവകരമായാണ് നിരീക്ഷിച്ചത്. വിവാഹബന്ധം അവസാനിച്ചു എന്ന് അംഗീകരിക്കാനുള്ള വൈമുഖ്യവും നിരോധ സ്വന്തം ജീവിതം തെരഞ്ഞെടുത്തതിലുള്ള പകയുമാണ് ഈ ക്രിമിനൽ കൃത്യത്തിന് പിന്നിലെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതി കുറ്റസമ്മതം നടത്തിയതിനെ തുടർന്നാണ് വിധി വേഗത്തിലായത്. കൊലപാതകത്തിന് ശേഷം ട്രക്കിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നിസ്സാര പരിക്കുകളോടെ തിസാര രക്ഷപ്പെട്ടിരുന്നു. സഹപ്രവർത്തകർക്കിടയിൽ ഏറെ പ്രിയങ്കരിയായിരുന്ന നിരോധയുടെ മരണം UK കുടിയേറ്റ സമൂഹത്തെ ആകെ നടുക്കിയിരിക്കുകയാണ്.